കൊടുങ്ങല്ലൂർ നഗരസഭയുടെ അടിയന്തര കൗൺസിലിൽ അടിപിടി. ചെയർപേഴ്സണും ബി.ജെ.പി. കൗൺസിലർമാരും ആശുപത്രിയിൽ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ചേരിതിരിഞ്ഞ് അക്രമം നടന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചേർന്ന കൗൺസിലിലാണ് അക്രമം അരങ്ങേറിയത്. വാർഷിക പദ്ധതി ഭേദഗതിയിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിക്കുകയും ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകൾക്ക് ഫണ്ട് വാരിക്കോരി നൽകുകയും ചെയ്യുന്നു എന്നാരോപിച്ചാണ് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി.കെ. ഗീത ചെയർപേഴ്സന്റെ ഓഫീസിലേക്ക് പോയി. തുടർന്ന് ബി.ജെ.പി. വനിതാ കൗൺസിലർമാർ ഫണ്ടിലെ വിവേചനം ചോദ്യം ചെയ്യുകയും ചെയർപേഴ്സണെ ഉപരോധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ചെയർപേഴ്സന്റെ മുറിക്ക് പുറത്ത് നിലത്ത് കിടന്ന് ബി.ജെ.പിയുടെ പുരുഷ കൗൺസിലർമാർ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. വനിതാ കൗൺസിലർമാരുടെ ഉപരോധത്തിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് ചെയർപേഴ്സൺ ടി.കെ. ഗീത പുറത്തിറങ്ങിയത്. ബി.ജെ.പി. കൗൺസിലർമാർ മർദ്ദിച്ചെന്നാരോപിച്ച് ഗീതയും LDF കൗൺസിലർ അലീമ റഷീദും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. എല്ലാ വാർഡുകളിലേക്കും നല്ല രീതിയിൽ തന്നെ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഡിവിഷന്റെ അജണ്ട വായിച്ച ഉടനെ ബി.ജെ.പി. കൗൺസിലേഴ്സ് ഈ അജണ്ടയുമായി ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ അജണ്ടയും വായിച്ചതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ അജണ്ട ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അജണ്ട കീറിക്കളയുകയും ചെയർപേഴ്സന്റെ ചേംബറിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അങ്ങനെ അജണ്ട കുറച്ച് വായിച്ചതിന് ശേഷം അജണ്ട പാസ്സാക്കിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും എന്നെ തടയുകയും ചെയ്തു. ഞാൻ ആ തടയിലൊക്കെ മാറിക്കൊണ്ട് പുറത്തേക്ക് വന്ന് എന്റെ ചേംബറിൽ വന്നപ്പോൾ എന്നെ ചുറ്റും ബി.ജെ.പി. കൗൺസിലേഴ്സ് LDF കൗൺസിലേഴ്സ് ചുറ്റും വന്നു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പുറത്ത് ആണുങ്ങളായ കൗൺസിലേഴ്സ് കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ വാതിലടച്ച് അവര് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയുണ്ടായില്ല. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ധന്യനും അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയും ചെയ്തു. ഞാൻ നിർബന്ധപൂർവ്വം വാതിൽ തുറന്നപ്പോൾ എന്നെ സഹായിക്കുന്ന രീതിയിൽ അലീമ റഷീദ് എന്റെ വന്നു. അലീമ റഷീദിന്റെ മുഖത്തേക്ക് അവർ ശബ്ദം. അതേസമയം LDF കൗൺസിലർമാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കൗൺസിലർമാരായ രശ്മി ബാബു, M.K. രമാദേവി, റിജി ജോഷി, റീന അനിൽകുമാർ, C. സുമേഷ്, ധന്യ ഷൈൻ എന്നിവരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. രശ്മി ബാബു തലകറങ്ങി വീഴുകയും ഛർദ്ദിച്ചതിനാലും താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി AR ആശുപത്രിയിലേക്ക് മാറ്റി. LDF കൗൺസിലർമാർ ബി.ജെ.പി. കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിച്ചുവെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് T.S. സജീവൻ ആരോപിച്ചു. ചെയർപേഴ്സന്റെ മുറിയിൽ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും 1-2 വനിതാ കൗൺസിലർമാരും ഞങ്ങളെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ആ മൃഗീയമായ മർദ്ദനമേറ്റിട്ട് 29ാം വാർഡ് കൗൺസിലർ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പല കൗൺസിലർമാരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള അവസ്ഥയാണ്. പല ആളുകൾക്കും
കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, പുറം പേന നെഞ്ചത്തിടിച്ച് പല LDFന്റെ കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരും ഞങ്ങളെ കൗൺസിലർമാരാണ്. ഇത് ധിക്കാരപരമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് ഈ LDF ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിലേക്ക് ഒരു രൂപ പോലും തരാതെ ഇവരെ വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് വീതം വെക്കുന്ന ഒരു സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം, പത്ര റിപ്പോർട്ടർമാരെയും ചാനലുകാരെയും പത്രാധിപന്മാരെയും ഒന്നും തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് കൗൺസിലിനകത്തേക്ക് കയറ്റുന്നില്ല. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏകാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് കൗൺസിലിൽ നടക്കുന്നത്. ഇത് ജനങ്ങൾ അറിയരുത്. ഇത് ജനങ്ങൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് പത്രക്കാരെയും ചാനലുകാരെയും ഇതിനകത്ത് കയറ്റാത്തത്. ഇത് നിങ്ങളെ പോലുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ്. കൊടുങ്ങല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. BJP കൗൺസിലർമാർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയെയും കൗൺസിലർ അലീമ റഷീദിനെയും ആക്രമിച്ചെന്നാരോപിച്ച് നഗരത്തിൽ പ്രകടനം നടത്തി. LDF കൗൺസിലർമാർ BJP കൗൺസിലർമാരെ ആക്രമിച്ചെന്നാരോപിച്ച് BJP പ്രവർത്തകരും നഗരത്തിൽ പ്രകടനം നടത്തി.